ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 6 മണിക്കാണ് വോട്ടെണ്ണൽ. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയും. വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് വോട്ടെണ്ണും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങളോടൊപ്പം എത്തിയാകും വോട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം അദ്ദേഹത്തിന് പഞ്ചാബ് സന്ദർശനം നിലവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തവണ പതിവിലും അത്യന്തം വാശിയേറിയ ഒരു പോരാട്ടമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി നടക്കുന്നത്. കഴിഞ്ഞ തവണകളിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു പ്രത്യയശാസ്ത്ര പോരാട്ടം എന്ന നിലയിലാണ് പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഉള്ള ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡിയെ NDAയുടെ CP രാധാകൃഷ്ണൻ എന്ന മഹാരാഷ്ട്ര ഗവർണർക്കെതിരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. നിലവിൽ കണക്കുകളിൽ ആനുകൂല്യം അത് NDAക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് ഇരു സഭകളിലുമായി 781 വോട്ടുകളാണ് ഉള്ളത്. ഇതിൽ 3 പാർട്ടികൾ വിട്ടുനിൽക്കും എന്നറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്നും. BRSും BJDയും ഒപ്പം തന്നെ ശിരോമണി അകാലിദളും. അതോടെ 769 ആകെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകൾ കുറയും. 385 വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥി, അതായത് 50% അധികം വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ചട്ടം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ 425 അംഗങ്ങളുള്ള NDAക്ക് അനായാസം തന്നെ ജയിക്കാനാകും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ YSR കോൺഗ്രസ് അടക്കം പുറമേ നിന്നുള്ള പാർട്ടികളുടെ പിന്തുണയും ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് NDA സ്ഥാനാർത്ഥി എങ്കിൽ പോലും. ക്രോസ് വോട്ടിംഗ് ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് പതിവാണ്. കഴിഞ്ഞ തവണ ജഗ്ദീപ് ധങ്കർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 75%-ലേറെ വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. അത് ക്രോസ് വോട്ടിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണയും ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമെന്ന പ്രതീക്ഷ NDA പക്ഷവും ഇന്ത്യ സഖ്യവും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമാകുക. ആന്ധ്രയിൽ നിന്നുള്ള B സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ NDA പക്ഷത്തുള്ള അവരുടെ പോലും വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിപക്ഷ സഖ്യം. YSR കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ TDPയുടെയും വോട്ടുകൾ ചോർന്നേക്കും, ക്രോസ് വോട്ടിംഗ് ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. എന്തായാലും നിലവിലുള്ള പ്രതിപക്ഷത്തിനുള്ള വോട്ടുകൾ അത് 324 വോട്ടുകളാണ് ഇരു സഭകളിലുമായി. അതിൽ നിന്നും ഒരു വോട്ടെങ്കിലും കൂടുതൽ നേടാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ രാഷ്ട്രീയ വിജയമാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം കണക്കാക്കുന്നത്. ഇത്തവണ പ്രതിപക്ഷം ഒറ്റക്കെട്ടായാണ് മത്സരത്തിന് ഇറങ്ങിയതും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതും എന്നുള്ളതും ശ്രദ്ധേയമാണ്. രണ്ട് പക്ഷവും വലിയ തോതിലുള്ള പ്രചരണം നടത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് പോലും ഇരുപക്ഷവും കൂടിയാലോചനാ യോഗങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയെ ഇന്ന് വൈകിട്ട് 6 മണിയോടെ ആരംഭിക്കുന്ന വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതോടെ വ്യക്തമാകും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.